ഫിലിപ്പീൻസിലേക്ക് ഒന്ന് പോവുകയാണ്. വീണ്ടും ശക്തമായ ചുഴലിക്കാറ്റ് അടിച്ചിരിക്കുന്നു. ഉവാൻ എന്ന് പ്രാദേശികമായി പറയുന്ന ഫങ് വോങ് ചുഴലിക്കാറ്റാണ് ആഞ്ഞടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കൽമേഗിയേക്കാൾ തീവ്രമാണ് ഫങ് വോങ് കാറ്റ്. തീരദേശത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അപർണ കാർത്തിക നമുക്കൊപ്പം എത്തുന്നു. അപർണ കാർത്തിക, പേരുമാറ്റി വന്നാലും നാശം ഒരേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ ഫിലിപ്പൈൻസിൽ? അങ്ങനെ തന്നെയാണ് സുജയ. വലിയ തോതിൽ കൽമേഗി ചുഴലിക്കാറ്റിൻ്റെ തീവ്രത അത് ആഞ്ഞു വീശിയതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവിടെ കടന്നു പോകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിൽ കാണാതായ 100 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമതൊരു കാറ്റ് വരുന്നത്. അതായത് ഒരാഴ്ചക്കകം തന്നെയാണ് വലിയ തീവ്രതയിലുള്ളത്. അതായത് മണിക്കൂറിൽ 182 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. അതിൻ്റെ തീവ്രത അത്രയ്ക്കുമുണ്ട്. വലിയ കാറ്റ് തന്നെയാണ്. ഏകദേശം 7 ലക്ഷത്തിനടുത്ത് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം നേരത്തെ കൽമേഗി ചുഴലിക്കാറ്റിനോടനുബന്ധിച്ച് മാറ്റി പാർപ്പിച്ച ആളുകളെയെല്ലാം പുനരധിവസിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. അതിന് മുൻപ് തന്നെയാണ് പുതിയ ചുഴലിക്കാറ്റും കൂടി വരുന്നത്. വലിയ പ്രത്യാഘാതമാണ് ഫിലിപ്പൈൻസിൽ ഉടനീളമുള്ളത്. നേരത്തെ കൽമേഗി ആഞ്ഞു വീശിയത് സെബു എന്ന് പറയുന്ന തീരത്തായിരുന്നെങ്കിൽ, ഒരു ദ്വീപിലായിരുന്നെങ്കിൽ, ഇപ്പോൾ അതിന് പടിഞ്ഞാറൻ ഭാഗത്തുള്ള തെക്കൻ തീരത്തുള്ള കാറ്റാൻഡുവാനസിലെയാണ് ഇപ്പോൾ ഈ കാറ്റ് തീവ്രമായി ബാധിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി, നമ്മുടെ ഇന്ത്യൻ സമയം ഒരു 9 മണിയോടുകൂടി ആ കാറ്റ് തീരം തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുൻപ് തന്നെ ആ പ്രദേശത്തുള്ള ഒരു കൂട്ടം ആളുകളെ, ഏകദേശം 3 ലക്ഷത്തിനടുത്ത ആളുകളെ പല കേന്ദ്രങ്ങളിലേക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൽമേഗിയിലുണ്ടായ പ്രത്യാഘാതത്തിൻ്റെ ഭാഗമായി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അതിനു മുൻപാണ് പുതിയ കാറ്റുകൂടി വരുന്നത്. എന്തായാലും ഫിലിപ്പീൻസിലും വിയറ്റ്നാമിലും കംബോഡിയയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ ഫിലിപ്പൈൻസിലേക്ക് ഒരു കണ്ണ് വേണം അപർണ കാർത്തിക. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും കണ്ടുമുട്ടാം. ചുഴലിക്കാറ്റ് വലിയ നാശം വിതയ്ക്കുകയാണ് ഫിലിപ്പൈൻസിൽ.